ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 61 തുടർമാനമായിട്ട് നമുക്ക് കേൾക്കാം. പഴയ നിയമത്തിലെ ഹെലൽ എന്ന ഹീബ്രു വാക്കിൻ്റെ വിവർത്തനം കൂടിയാണ് ലൂസിഫർ എന്നത്. ഹിന്ദുക്കൾക്കിടയിൽ ഇവൻ മഹിരാവണ എന്നും മുസ്ലിങ്ങൾക്ക് ഇബ്ലീസ് എന്നും, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഉദയനക്ഷത്രം, ശുക്രൻ, അരുണോദയപുത്രൻ എന്നിങ്ങനെ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദമാണ് ലൂസിഫർ എന്ന ഈ പേര്. ഇവൻ്റെ പതനത്തോടെ വിവിധ പേരുകളിൽ ഇന്ന് അറിയപ്പെടുന്നു. ആ പേരുകളെക്കുറിച്ച് കേട്ടുവെങ്കിലും ആ പേരുകൾ അങ്ങനെ വരുവാനുള്ള കാരണം എന്താണെന്ന് പിന്നാലെ നാം കേൾക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഭാഗത്ത് എസെക്കിയേൽ 28:12 മുതൽ വായിച്ചതിൽ നിന്നും അവൻ്റെ ആദ്യകാല വാഴ്ചയും അധികാരങ്ങളും മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ കഴിയവേ അവൻ്റെ സൗന്ദര്യം, കഴിവുകൾ, കീർത്തി മുതലായ പദവികളിൽ അവൻ അഹങ്കരിക്കാൻ തുടങ്ങി. അവനോടൊപ്പം വലിയൊരു ദൂതഗണം കൂടി ഉണ്ടായിരുന്നു എന്നും നാം കാണുന്നു. ഈ വലിയൊരു ദൂതഗണത്തിൻ്റെ ചുമതല മഹാദൈവത്തെ ആരാധിക്കുക എന്നതായിരുന്നു. ദൈവത്തെ ആരാധിച്ച് വന്നിരുന്നത് കെരൂബ് വിഭാഗത്തിൽപ്പെട്ട ദൂത സൈന്യങ്ങളായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു ഈ ലൂസിഫർ. ലൂസിഫറും ഒരു കെരൂബ് തന്നെയായിരുന്നു. എസെക്കിയേൽ 28:14 ദൈവത്തിൻ്റെ പാദപീഠമാകുന്ന ആദ്യ ഭൂമി മുതൽ സ്വർഗം വരെ അവന് അഗ്നിമയ രത്നരഥങ്ങളിലൂടെ ഉള്ള യാത്ര അല്ലെങ്കിൽ സഞ്ചാരം അനുവദിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം എന്ന നിലയിൽ അതിമനോഹരമായ ഒരു പർദീസ, ഒരു ഉദ്യാനം തന്നെയായിരുന്നു. യെശയ്യാ 66:1 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവാക്കിയതെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ലൂസിഫറിന് ഈ ഉദ്യാനം ദൈവം അനുവദിച്ചിരുന്നു. ഇതിന് എസെക്കിയേൽ 28:13 നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ സ്വർഗീയ ദൂത സൈന്യങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുകയും ആർപ്പിടുകയും ചെയ്ത വിവരം യോബ് 37:4 മുതൽ രേഖപ്പെടുത്തി കാണുന്നു. അന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ട നേരം പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അരുണോദയപുത്രനും കൂടെ ഉള്ളവരെയും ചേർത്ത് പറയുകയാണ്. അവർ ആർപ്പും സന്തോഷവും അവിടെ കാണിക്കുന്നു. എന്നാൽ ഇത് കൂടാതെ വിശുദ്ധ ദേവപർവ്വതത്തിലും ദൈവത്തോടൊപ്പം ഇരുത്തിയിരുന്നു എന്നാണ് 14ാമത്തെ വാക്യത്തിൽ കാണിക്കുന്നത്. ഈ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വാക്യത്തിൽ. ഇങ്ങനെ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു എന്നതിൽ നിന്നും ആരാധനയുടെ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്നത് ഈ ലൂസിഫർ തന്നെയായിരുന്നു എന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗീയ അന്തരീക്ഷം മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുന്ന വാദ്യാഘോഷങ്ങളുടെ അതിനേക്കാൾ മനോഹരമായ സംഗീതത്തോടെ ഈ കാണപ്പെടുന്ന നാം പറയപ്പെട്ട കേട്ട മുഴുവനും സ്വർഗങ്ങൾ മുഴുവനും അവൻ്റെ ചിറകുകൾ ചലിപ്പിച്ചതായി വായിക്കുന്നു. അതായിരുന്നു ആരാധന. അവൻ്റെ ചിറകുകളിൽ മാത്രമല്ല, അവനെ മുഴുവനായി താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളോടും കൂടി മൂടിയിരുന്നു നമ്മൾ കേട്ടല്ലോ. ആ നിലയിൽ തന്നെയായിരുന്നു. കൂടാതെ അവനിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നു കൊണ്ടായിരുന്നു എന്നും വായിക്കുന്നു. ഇങ്ങനെ സർവ്വ അലങ്കാരത്തോടും കൂടി ദൈവസന്നിധിയിലും ഏദനിലും യഥേഷ്ടം വിരാജിച്ചിരുന്ന ഈ ലൂസിഫറിൻ്റെ ആ നിഷ്കളങ്ക ഹൃദയത്തിൽ ഒരു ദുഷ്ചിന്ത കടന്നു വന്നു. അതെങ്ങനെയെന്നും എപ്പോഴാണെന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അത് ഹൃദയത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവമെന്ന് നാം കാണുന്നു. 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി.
ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു എന്നവിടെ വായിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.